ചോദ്യം വായിക്കുക. ഒരു കടയിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് ഏറ്റവും താഴത്തെ വരിയിൽ 25, അതിനു മുകളിൽ 23 എക്സെട്ര. അപ്പോൾ അതിന് മുകളിൽ 21, അങ്ങനെ കുറഞ്ഞ് വരികയാണ്. ഏറ്റവും മുകളിലത്തെ വരിയിൽ ഒരു പുസ്തകമാണുള്ളതെങ്കിൽ ആകെ എത്ര വരികളുണ്ട്? അപ്പോൾ ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും താഴെ അല്ലേ 25 പുസ്തകങ്ങളുണ്ട്, അതിന് തൊട്ട് മുകളിലായിട്ട് 23 പുസ്തകങ്ങളുണ്ട്, പിന്നെ അങ്ങനെ 2 കുറഞ്ഞ് 21 അങ്ങനെ കുറഞ്ഞ് ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്ന എത്ര പുസ്തകമാണ്? ഒരു പുസ്തകം. എങ്കിൽ അവിടെ എത്ര വരികളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുസ്തകങ്ങളുടെ എണ്ണമല്ല ചോദിച്ചിരിക്കുന്നത്, എത്ര വരികളുണ്ട്. ഇതൊരു സമാന്തര ശ്രേണി രൂപത്തിലുള്ള സംഖ്യകളാണ്. ഉണ്ടോ? 2 കുറഞ്ഞ് പോകുന്ന സംഖ്യാശ്രേണിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളതിനകത്ത് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചിട്ട് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ കിട്ടുന്നതിൻ്റെ കൂടെ 1 കൂട്ടണം. ഇവിടെ അവസാന പദം 1 1ൽ നിന്ന് 25 കുറക്കണം. ബൈ പൊതുവ്യത്യാസം 2 കുറഞ്ഞു പോകുന്നത് കൊണ്ട് -2 എന്നാണ്. പ്ലസ് എത്ര? 1 -25 എന്ന് വെച്ചാൽ എത്ര? -24. അതിനെ -2 കൊണ്ട് ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം, +1 അല്ലേ? മൈനസ് അങ്ങ് വെട്ടിപ്പോയി. മൈനസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര? ആ മൈനസ് പോയി. 24/2 എത്ര? 12 ഒരു 1 കൂടെ കൂട്ടി. അപ്പോൾ എത്ര കിട്ടി? 13 വരികളുണ്ട് എന്നർത്ഥം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ.